കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇത് നിന്റെ കയ്യിലുള്ളിടത്തോളം കാലം ആ നാഗങ്ങൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാ വച്ചോളൂ. ഗുരുജി, അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്ക് നാഗമാണിക്യം ലഭിച്ചു. ഒരുപക്ഷെ ഗുരുജി ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതിന് ചിലപ്പോൾ സാധിക്കില്ലായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ അമ്മയെ രക്ഷിച്ചതിന് ശേഷം ഞാൻ ഗുരുജിയെ വന്ന് കണ്ടോളാം. കഴിഞ്ഞ ജന്മത്തിൽ നീ അറിയാതൊരു തെറ്റ് ചെയ്തിട്ടുണ്ടാ. ഇപ്പോ നിന്റെ അമ്മയെ രക്ഷിക്കണമെന്ന ഉദ്ദേശത്തിൽ മറ്റൊരു തെറ്റുകൂടി ചെയ്തു. നീ ചെയ്ത എല്ലാ തെറ്റിനും ഉറപ്പായിട്ടും നീ പ്രായശ്ചിത്തം ചെയ്തേ തീരൂ. വരാൻ പോകുന്ന ആപത്തും അതുമൂലമുണ്ടാകുന്ന കഷ്ടപ്പാടുകളും നീ അനുഭവിച്ചേ തീരൂ. ഇനി ഇതാണ് നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. നിന്നെ മഹാദേവൻ സംരക്ഷിക്കട്ടെ. ഓം നമഃ ശിവായ. സാർ, ആ ഫോണൊന്ന് തരാമോ? വീട്ടിലേക്ക് അർജന്റായിട്ട് ഫോൺ ചെയ്യണം പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. ഞാൻ വലിയൊരു പ്രശ്നത്തിലായിപ്പോ നിൽക്കുന്നത്. ഒന്ന് ഫോൺ തരാമോ? ഒരു കാൾ പ്ലീസ്. ഒന്ന് തരാമോ സർ? പ്ലീസ് പ്ലീസ് സർ, പ്ലീസ് സർ. താങ്ക് യു സർ. ഹലോ, ഇത് ഞാനാ ആദിത്യൻ. ഹലോ ഹലോ, കൗസല്യ ഞാനാ ആദിത്യൻ. ഹലോ, ആരാ ഇത്? കൗസല്യ, കേൾക്കുന്നില്ലേ? ഞാൻ ആദിത്യനാ സംസാരിക്കുന്നത്. ഹലോ, ആരാണ്? മനസ്സിലായില്ലല്ലോ. അയ്യോ, ഞാൻ ആദിത്യനാ സംസാരിക്കുന്നത്. കേൾക്കുന്നില്ലേ കൗസല്യേ? ഹലോ ഹലോ, കേൾക്കാമോ? നിങ്ങളുടെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലല്ലോ. കൗസല്യ, ഇത് ഞാനാ. ഹലോ ഹലോ. കൗസല്യ, നീ വിചാരിക്കുന്ന പോലെ ഞാൻ മരിച്ചിട്ടില്ല. ജീവനോട് തന്നെ ഉണ്ട്. ആരാ ഇത്? കൗസല്യ, എന്നെ വീരഭദ്രഭാവനാ കിഡ്നാപ്പ് ചെയ്തത്. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഫോണിൽ ആരാണ്? എന്താ സംസാരിക്കാത്ത കൗസല്യ? കൗസല്യ, ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ? ഏതോ പരിചയമില്ലാത്ത നമ്പറാ അമ്മാവാ. കൗസല്യ, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. നീ ഒന്ന് പുറത്തേക്ക് വരാവോ? കൗസല്യ പ്ലീസ്. കൗസല്യ, എന്നെ വീരഭദ്രമാമ കിഡ്നാപ്പ് ചെയ്തു. ദൈവഭാഗ്യം കൊണ്ട് ഒരു സ്ത്രീ വന്ന് എന്നെ രക്ഷിച്ചു. ഗുണ്ടകൾ എന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാനിപ്പോ നമ്മുടെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. കൗസല്യേ, കേൾക്കുന്നില്ല നീ? കൗസല്യേ, നീ പേടിക്കണ്ട. എല്ലാവരും ധൈര്യമായിരിക്കും. ഞാൻ അവിടെ എത്തിയാലുടനെ ഭവാനിയുടെ കല്യാണം ഞാൻ മുടക്കിയിരിക്കും. ആ കല്യാണം നടക്കില്ല. കൗസല്യേ, എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ധൈര്യമായിട്ടിരിക്കുക. അവൻ ഇവിടെ നിൽക്കുന്നു. വാ, പിടി അവനെ.
കൗസല്യേ, ഫോണിൽ ആരായിരുന്നു അമ്മാവ? അതൊരു റോങ് നമ്പർ ആയിരുന്നു. അമ്മാവ എന്തിനാ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തത്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോങ് കോളുകൾ വന്നാൽ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടും. സാർ, അവൻ എങ്ങനെയാ രക്ഷപ്പെട്ടത്? ഞങ്ങൾ അവന്റെ പിന്നാലെ തന്നെയുണ്ട്. നമ്മളിപ്പോ ഉടനെ അവനെ പിടിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട അവനിവിടെ എത്തിക്കഴിഞ്ഞാല് ഞാനിവിടെ ഉണ്ടാക്കിയ എന്റെ പ്ലാനുകളെല്ലാം വേസ്റ്റായി പോവും. എന്ത് ചെയ്തിട്ടായാലും ശരി തന്നെ അവനെ നിങ്ങൾ പിടിച്ചിരിക്കണം. അഥവാ അതിന് പറ്റിയില്ലെങ്കിൽ കൊന്നേക്കവനെ. ഓക്കെ സാർ. ജലജ, ജലജ, എന്ത് പറ്റി? എല്ലാരെയും വിളിക്കാം. എന്തിനാ? പറഞ്ഞതനുസരിച്ചാ മതി. അമ്മേ, കൗസല്യേ, ഭവാനി, എടാ രുദ്ര, എല്ലാരും ഇങ്ങ് വന്നേ. എല്ലാരും എത്തിയല്ലോ. കല്യാണം നാളേക്കല്ല, ഇപ്പോഴാണ്. എന്തിനാ ധൃതി വെച്ച്? കല്യാണം നാളെയല്ലേ, എന്തിനാ ഇപ്പൊ വേണോന്ന് പറയുന്നേ? ശനിഗ്രഹവും മറ്റു ഗ്രഹങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് കല്യാണം നടത്തുന്നതാ നല്ലതാ. എത്രയും പെട്ടെന്ന് കല്യാണ ചെറുക്കനെയും കല്യാണ പെണ്ണിനെയൊക്കെ റെഡിയാക്കാം. അമ്മാവാ, ചെല്ല.
എന്തായാലും റെഡിയല്ലേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് മതിവരുവോളം സമാധാനമായിട്ട് നീ ഇരുന്ന് കരഞ്ഞോ? തിരുമേനി വന്നിട്ടുണ്ടാ, പെട്ടെന്ന് റെഡിയാവ്. ഇവിടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ മാത്രമേ നടക്കാവൂ. അതുകൊണ്ട് എല്ലാവരും കരച്ചിൽ നിർത്തിയിട്ട് വേഗം അവളെ റെഡിയാക്ക. എന്താ എല്ലാം റെഡിയല്ലേ? ആ റെഡിയാ. അതെ, ഇപ്പൊ തന്നെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞതൊക്കെ ശരി. പക്ഷേ ഈ സമയത്ത് പൂജാരിയെ എവിടുന്ന് തപ്പിപ്പിടിച്ചോണ്ട് വന്നു? കാശുണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും നടക്കും. ആകാശത്തിൽ നിന്ന് മഴ വരെ പെയ്യിക്കാൻ പറ്റും. അറിയാമോ നിനക്ക്? പണം കൊടുത്താൽ തിരുമേനി വരില്ലെന്നാണോ? കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഈ പ്രപഞ്ചത്തില് ഭഗവാനെ കഴിച്ച ശക്തിയായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പണം തന്നെയാ. ഇത് കണ്ടില്ലേ? കല്യാണം എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ മോന്റെ മുഖത്ത് ഒരു നാണമൊക്കെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? എന്റെ പുന്നാര മോൻ. എടി മണ്ടൂസേ, ഇപ്പൊ അവന്റെ മുഖത്തുള്ളത് കല്യാണത്തിന്റെ സന്തോഷമാ. ഈ കല്യാണം നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഈ വീടിന്റെ അധികാരം, ഈ സ്വത്തുക്കളുടെ അധികാരം, പിന്നെ നിന്റെ ചേട്ടനിവിടെയുള്ള അധികാരം ഉണ്ടല്ലോ, അതൊക്കെ എന്റെ കയ്യിലാവും. അത് കഴിഞ്ഞ് ഇവന്റെ മുഖത്ത് കല്യാണത്തിന്റെ സന്തോഷം മാത്രമല്ല, ഇവന്റെ മുഖത്ത് പല സന്തോഷങ്ങളുണ്ടാവും. സത്യം തന്നെയാ. ഭവാനി, നിന്റെ ഏട്ടന് വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കുകയാണോ മോളെ? എനിക്ക് എന്റെ ഏട്ടനെക്കാളും പ്രാധാന്യം മറ്റൊന്നിനുമില്ല ഏട്ടത്തി. നീ നിന്റെ ചേട്ടന് വേണ്ടി ത്യാഗം ചെയ്യുകയാണ്. പക്ഷെ നീ അറിഞ്ഞുകൊണ്ട് തീയിലെടുത്ത് ചാടുവാ മോളെ. ഈ കല്യാണം എങ്ങനൊന്നും മുടക്കും? വീരഭദ്രന്റെ ഉപദ്രവങ്ങൾക്ക് ഒരറുതി വരുത്താൻ ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്റെ ദൈവമേ? വേറെ വഴിയില്ല മുത്തശ്ശി. എന്റെ ഏട്ടൻ നമ്മുടെ കൺമുന്നിൽ ഉണ്ടാവണമെങ്കിൽ ഈ കല്യാണം നടന്നേ പറ്റൂ. ഏട്ടത്തി, എന്നെ റെഡിയാക്ക്. മഹാദേവ, ഇത്രയും വലിയൊരു അപകടഘട്ടത്തിൽ നിന്നും എന്റെ കൊച്ചുമകളെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയില്ല മഹാദേവ. തട്ടമെല്ലാം അങ്ങോട്ട് വെക്ക. ഇനി നിങ്ങൾ പോയി പയ്യനെ കൊണ്ടുവരൂ. ചെറുക്ക റെഡിയായോ? ആ റെഡിയായി. അവിടെ തിരുമേനി വിളിച്ചോണ്ടിരിക്കുന്നു. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ വാ. അച്ഛാ, എന്നെ അനുഗ്രഹിക്കൂ. നന്നായി വരും. അമ്മേ, അമ്മയും എന്നെ അനുഗ്രഹിക്കമ്മേ. അച്ഛാ, ഇത്തവണ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാതെ കല്യാണം നടക്കുമായിരിക്കും അല്ലേ?
മോനെ നല്ലത് എന്തെങ്കിലും പറയടാ. ഗുളിക നിൽക്കുന്ന വല്ല സമയമാണെങ്കിൽ പറയുന്നത് അതേപടി അങ്ങ് ഫലിക്കും. ഇത്തവണ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടാലും ശരി, നീയും ഭവാനിയും തമ്മിലുള്ള വിവാഹം മുടക്കാൻ ആർക്കും സാധിക്കില്ല. വാടാ. ആ ശരി അച്ഛാ. ആ ചെക്കൻ വരൂ, ചെക്കൻ വന്ന് ഇവിടെ ഇരിക്കൂ. ആ കലശത്തിന് നേരെ ഇരിക്കുക. അനനം ഭൂതഗണാതിസേവിതം കപിത്തജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ശിവം ശിവകരം ശാന്തം. അമ്മ പോയി കല്യാണ പെണ്ണിനെ കൊണ്ടുവരിക. ചെല്, പോയി വിളിച്ചോണ്ട് വാ. പറയാതെ അറിയാതെ നീ ഞാൻ ഇയാളെ സ്നേഹിക്കുന്നത് പോലെ ഇയാളും എന്നെ സ്നേഹിച്ചാലുണ്ടല്ലോ എന്ത് അടിപൊളിയായിരുന്നേനെ. തിരുമേനി മന്ത്രം കുറച്ച് ഉച്ചത്തിൽ ചൊല്ല്. അവരുടെ കുടുംബജീവിതം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണ്ടേ. കപിത്തജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. നിന്റെ കൂടെ ആവും എന്റെ ജീവിതം എന്ന് പ്രതീക്ഷിച്ചത്. നീ എന്റെ അപ്പച്ചിയുടെ മകനാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് എന്നെക്കാളും ഭാഗ്യവതി വേറെ ആരുമില്ലെന്ന് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ എന്റെ ഏട്ടന്റെ ജീവനേക്കാളും വലുതല്ല എനിക്ക് എന്റെ ജീവിതം. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം.
അർജുൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്തോ. ഇപ്പൊ ഏത് അവസ്ഥയിലാവും? ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. ഓം സിന്ദൂരാ. എന്റെ അർജുനെ നീ തന്നെ രക്ഷിക്കണം മഹാദേവ. അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ എനിക്കത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അവന് ആപത്തും അപകടങ്ങളും ഒന്നും വരുത്താതെ അങ്ങ് തന്നെ അർജുനെ രക്ഷിക്കണേ ഭഗവാനെ. ഈ കിഴവി എന്താ പൂജാമുറിക്കകത്തേക്ക് പോയത്? ഓഹോ, ഇനി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഈ കല്യാണം മുടക്കാനായിരിക്കും. ഇവിടെ ഒരു മഹാപാപം നടക്കാൻ പോവുക എന്റെ ശിവനെ. എന്റെ കൊച്ചുമോൾക്ക്, അവൾക്കാണ് ഇത്രയും വലിയൊരു ആപത്ത് നടക്കാൻ പോകുന്നത്. ശിവനെ, മഹാദേവ, നിന്നെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് പ്രാർത്ഥിക്കുന്നവരാ, നിന്നെ സേവിക്കുന്നവരാ. ഞങ്ങളുടെ കഷ്ടത്തിലും നഷ്ടത്തിലും എല്ലാം നീ ഞങ്ങൾക്ക് തുണയാകുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. എന്റെ കൺമുന്നിലിപ്പോ എന്റെ കൊച്ചുമകൾക്ക് ഇത്രയും വലിയൊരു ആപത്ത് വരുമ്പോ അത് കണ്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. നീ ഇപ്പോ ഒന്നും ചെയ്യാതെ വെറുതെ നോക്കി നിൽക്കുകയാണോ മഹാദേവ? പറയൂ മഹാദേവ. ഈ ലോകം മുഴുവനും നീ തൃക്കണ്ണുകൊണ്ട് നോക്കിയിരിക്കുകയല്ലേ? അങ്ങനെയുള്ളപ്പോ ഈ നടക്കുന്ന അന്യായങ്ങൾ നിന്റെ കണ്ണിൽ കണ്ടിട്ട് നിനക്ക് തടയാൻ കഴിയുന്നില്ലേ മഹാദേവ? ഈ ചതി എനിക്കെന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. ഈ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും നീ തന്നെ എന്റെ മോളെ രക്ഷിക്കണേ മഹാദേവ. രക്ഷിക്കണേ മഹാദേവ, രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ മഹാദേവ, രക്ഷിക്കണേ, 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 രക്ഷിക്കണേ മഹാദേവ, രക്ഷിക്കണേ, രക്ഷിക്കണേ മഹാദേവ, രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ മഹാദേവ, എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. ഈ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും നീ തന്നെ എന്റെ മോളെ രക്ഷിക്കണേ മഹാദേവ, രക്ഷിക്കണേ മഹാദേവ, രക്ഷിക്കണേ, രക്ഷിക്കണേ.